ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചില ആനിമേഷൻ ടെക്നിക്കുകൾ: എൻട്രൻസ്, എംഫസിസ്, എക്സിറ്റ്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കസ്റ്റം പാത്തുകളും വേറെ ചില എക്സ്ട്രാ ഓപ്ഷൻസ് ഉണ്ടെന്നൊക്കെ കണ്ടിരുന്നു. സോ വി ആർ ഗോയിങ് ടു ഡൈവ് ഇൻ ടു ദീസ് ഡീറ്റെയിൽസ്. അഡ്വാൻസ്ഡ് ആനിമേഷൻസ്. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ആനിമേഷൻ ഓപ്ഷൻസ് പവർ പോയിന്റിൽ തന്നെയുണ്ട്. ഒന്ന് മോഷൻ പാത്തുകളാണ്, അതായത് നമ്മൾ നിശ്ചയിക്കുന്ന ഒരു പാത്തിലൂടെ, അത് ചിലപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ വരച്ചെടുക്കുന്ന പോയിന്റ് കൊണ്ട് ബിൽഡ് ചെയ്യുന്ന ഒരു പാത്ത് ആവാം. അതിലൂടെ നമുക്ക് എലമെന്റ്സിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. രണ്ടാമത് ട്രിഗേഴ്സ് ആണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെന്റിൽ ക്ലിക്ക് ചെയ്യുകയോ വല്ലതും ചെയ്താൽ മാത്രം നമ്മളുടെ ഒരു ആനിമേഷൻ ട്രിഗർ ആവും. ഗതിയിൽ നമ്മളൊരു ആനിമേഷൻ ട്രിഗർ ആവുന്നത് എവിടെയെങ്കിലും ഒരു മൗസ് ക്ലിക്ക് നടക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ ആരോ കീസിൽ നമ്മൾ പ്രസ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ്. പക്ഷെ ഇവിടെ നമ്മൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ വർക്ക് ആവുള്ളൂ. മൂന്നാമത് നമ്മളുടെ ആനിമേഷൻ സീക്വൻസിങ്, അതായത് നമ്മൾ ഒരു 10 എലമെന്റ്സിനെ, അത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അതായത് ഒരു പാരഗ്രാഫിലെ മുഴുവൻ എലമെന്റ്സിനെ നമ്മൾ അനിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് ചിലപ്പോൾ അതെല്ലാം ഒരുമിച്ച് വരും, അല്ലെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് വരും. അതിൽ നമുക്ക് മൗസ് ക്ലിക്ക് വെച്ചിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചില എലമെന്റ്സ് മറ്റേതിന്റെ കൂടെ വിത്ത് പ്രീവിയസ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ലെയേർഡ് ആനിമേഷൻസ് ഉണ്ട്, അതായത് നമ്മൾക്ക് ഒരേ എലമെന്റിൽ തന്നെ മൾട്ടിപ്പിൾ ആനിമേഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് ചില എക്സാമ്പിൾസിലൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇതൊരു ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സീ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാപ്പാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പയിൽ നിന്ന് ലോഥൽ എന്ന് പറയുന്ന തുറമുഖ പട്ടണത്തിലേക്ക് സാധനങ്ങൾ കാർട്ടുകളിലൂടെ കൊണ്ടുവരികയും അവിടെ നിന്ന് കപ്പൽ ഉപയോഗിച്ച് അത് മെസപ്പൊട്ടോമിയയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു, കച്ചവടം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് സോഷ്യൽ സയൻസ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മാപ്പ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലേസറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് പറയാം. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ട ഐക്കൺസ് ഉപയോഗിച്ച് ഒരു ആനിമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ കുറച്ചുകൂടി അനിമേറ്റഡ് ആക്കാൻ സാധിക്കും, കുറച്ചുകൂടി എൻഗേജിങ് ആക്കാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്, നമ്മളുടെ ഐക്കൺസിൽ നിന്ന് 3 ഐക്കൺസ് ആണ് ആഡ് ചെയ്തത്. ഒന്ന് ഒരു വീടിന്റെ ഐക്കൺ ആണ്. രണ്ടാമത് അത് ഹാരപ്പയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് സൂചിപ്പിക്കാനാണ്. രണ്ടൊരു കാർട്ടാണ്. മൂന്നാമതൊരു ഷിപ്പാണ്. ഓക്കെ. സോ ഇതിൽ എങ്ങനെയാണ് ആനിമേഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ആനിമേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ചെയ്യുന്നത്, നമ്മളുടെ മൗസിലോ അല്ലെങ്കിൽ നമ്മളുടെ കീബോർഡിലോ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഷിപ്പ് മൂവ് ചെയ്ത് അവിടേക്ക് എത്തിയെന്ന് മനസ്സിലായി. ഇത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകും, പക്ഷേ ഈ കാർട്ട് മൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഷിപ്പ് മൂവ് ചെയ്യുന്നത് മൗസ് ക്ലിക്ക് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരു കസ്റ്റം പാത്താണ്. ആ കസ്റ്റം പാത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഈ കാർട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കാർട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ കാർട്ടിന്റെ മുകളിൽ, കാർട്ടിന്റെ ഇമേജിന്റെ മുകളിൽ ഞാൻ മൗസ് വെക്കുന്ന സമയത്ത് ആ മൗസിന് ഒരു ചേഞ്ച് വരുന്നത് കാണാം. ഇവിടെ ഷിപ്പിന് മുകളിൽ വെക്കുമ്പോൾ അതില്ല, ബിക്കോസ് ഇവിടെ ഞാനൊരു ട്രിഗർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ കാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അവിടുന്ന് മൂവ് ചെയ്ത് ലോഥൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു. ദെൻ അടുത്ത ക്ലിക്ക് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കപ്പലിലേക്കും ഒരു ട്രിഗർ ആഡ് ചെയ്യാം. അതില്ലാതെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ നെക്സ്റ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റം പാത്തിലൂടെ ആ ഷിപ്പ് മൂവ് ചെയ്ത് നമ്മളുടെ മെസപ്പൊട്ടോമിയയിലേക്ക്, സുമേറിയയിലേക്ക് എത്തുന്നു. ഓക്കെ. സോ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ നമ്മൾ നമ്മളുടെ പ്രസൻറ്റേഷനിലേക്ക് വന്നു. പ്രസൻറ്റേഷനിലേക്ക് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 എലമെന്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആഡ് ചെയ്തത് നമ്മളുടെ ഇൻസേർട്ട് ഓപ്ഷനിൽ നിന്ന് ഐക്കൺസ് എന്നുള്ള ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് ഈ 3 കാര്യങ്ങളും ആഡ് ചെയ്തത്. ഇനി നമ്മൾക്ക് ആനിമേഷൻ ഫീൽഡിലേക്ക് പോയിട്ട് നമ്മൾ ഈ ഓരോ എലമെന്റിലും ക്ലിക്ക് ചെയ്താൽ ഇവിടെ എന്തെങ്കിലും ആനിമേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഈ വീടിന് നമ്മൾ ആനിമേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ദാറ്റ് വിൽ ബി ദെയർ, അത് അവിടെ ഓൾറെഡി ഉണ്ടാവും. രണ്ടാമത് നമ്മുടെ കാർട്ടാണ്. കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആരോ കാണാം, ഇവിടെ ലൈൻ ആനിമേഷൻ എന്നും. അപ്പോൾ ഒരു ലൈൻ ആനിമേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ലൈൻ ആനിമേഷൻ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മോഷൻ പാത്ത് എന്നുള്ള ഫീച്ചറിനുള്ളിലാണ് നമുക്ക് ലൈൻ ആനിമേഷൻ കിട്ടുക. സോ ലൈൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഡീഫോൾട്ട് ആയിട്ടൊരു ലൈൻ വരും. ആ ലൈനെ നമുക്ക് ഇത് ഇവിടെ, അതായത് ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി പോയിന്റ് കിട്ടും, എക്സിറ്റ് പോയിന്റ് കിട്ടും. ആ എക്സിറ്റ് പോയിന്റ് നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രിവ്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആക്ച്വലി ഇത് കാണുള്ളൂ. സോ പ്രിവ്യൂവിൽ ഇത് നടക്കില്ല. വിൽ ഗോ അഗെയിൻ ടു ദ സ്ലൈഡ് ഷോ ആൻഡ് ക്ലിക്ക് ഓൺ ദ കാർഡ്. സോ ഇത് അവിടുന്ന് മൂവ് ചെയ്തിട്ട് കണ്ടു, ഇപ്പോൾ വേറൊരു ലൊക്കേഷനിലേക്കാണ് വന്നത്. നമുക്ക് എക്സാക്ട്ലി അത് ലോഥലിലേക്ക് തന്നെ വരുന്നതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൽ ക്ലിക്ക് ഓൺ
the item and then go to animation. അപ്പോൾ നമുക്ക് ആരോ കിട്ടും. Just click on that and carefully click on the arrow and then move that to നമുക്ക് ലോതലിന്റെ ഡയറക്ഷനിലേക്ക് അത് മൂവ് ചെയ്യാം. ഓക്കെ, സോ വി ഹാവ് സെറ്റ് ദാറ്റ്. ആൻഡ് ഇവിടെ നമ്മൾക്ക് വീണ്ടും ആ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ട്രിഗർ എന്നുള്ള ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൺ ക്ലിക്ക് ഓഫ് എന്നുള്ളതിൽ ഗ്രാഫിക് 8 എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇത്തിരി ട്രിക്കിയാണ്. നമ്മൾ ഈ എലമെന്റ്സിന് വേണമെങ്കിൽ നമുക്ക് പോയിട്ട് പേര് മാറ്റാം. പക്ഷെ ഗ്രാഫിക് 8 എന്നാണ് ഈ പെർട്ടിക്കുലർ കാർട്ടിന് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുള്ള ഡീഫോൾട്ടായിട്ട് വന്നിട്ടുള്ള പേര്. അപ്പോൾ ആദ്യം ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ ഓപ്ഷനും ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ ഗ്രാഫിക് 8 നമ്മൾ സെലക്ഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഗ്രാഫിക് 8 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്ത് ലോതലിൽ വരും. ഇനി ഗ്രാഫിക് 8 അല്ല നമ്മൾ ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കും? സാധാരണ നമ്മുടെ മൗസ് ക്ലിക്കോ അല്ലെങ്കിൽ ഒരു ആരോ റൈറ്റ് ആരോയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുന്നത്? അടുത്ത ആനിമേഷൻ വർക്ക് ആവും. അപ്പോൾ അതുകൊണ്ടാണ് കാർട്ട് മൂവ് ചെയ്യാതെ തന്നെ ഷിപ്പ് മൂവ് ചെയ്യുന്നതായിട്ട് പലപ്പോഴും നമുക്ക് നേരത്തെ കാണാൻ സാധിച്ചത്. ആൻഡ് ഷിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആനിമേഷൻ. ഷിപ്പിൽ നമ്മളൊരു കസ്റ്റം പാത്ത് ആനിമേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കസ്റ്റം പാത്ത് ആനിമേഷൻ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട്, കസ്റ്റം പാത്ത് ആനിമേഷൻ ഉണ്ട്. ആൻഡ് ആനിമേഷൻ പെയിന്റിൽ നമുക്കിത് കാണാൻ സാധിക്കും. ആൻഡ് കസ്റ്റം പാത്ത് ആനിമേഷൻ നമ്മൾക്ക് യു ക്യാൻ എഡിറ്റ് ദ സെറ്റിങ്സ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പാത്തിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് കസ്റ്റം പാത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടാണ് ദിസ് ഇസ് ദ എൻഡ് പോയിന്റ്, ഇവിടെ വരെയാണ് ഈ ആനിമേഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. സോ വി ക്യാൻ സീ ദാറ്റ് ഹിയർ. അപ്പോൾ ഇഫ് യു വാണ്ട് ടു ആഡ് എ കസ്റ്റം പാത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ടു ദിസ് ആനിമേഷൻ ആൻഡ് യു ക്യാൻ ഡിലീറ്റ് ദാറ്റ്. ഇപ്പം നമുക്ക് ഇവിടെ ഒരു ആനിമേഷൻ ഇല്ല. സോ we will change that. We'll select the ship and then we will choose a custom path. Custom path animation നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നമ്മൾ ആ ലൈനിൻ്റെ ഡയറക്ഷനിൽ, അതായത് നമുക്ക് മൂവ് ചെയ്യേണ്ട ഡയറക്ഷനിലേക്ക് നമ്മൾ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. ഇഫ് യു ക്യാൻ സീ ദാറ്റ് ഇതിന് ഞാൻ പോകുന്ന ഡയറക്ഷനിൽ ഇത് ഒരു കേർവ് ഒന്നും അല്ല, പക്ഷെ മൾട്ടിപ്പിൾ പാത്തായിട്ട് നമുക്കൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ വെൻ യു ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ആ മോഷൻ കംപ്ലീറ്റ് ആവും. സോ ഇവിടെ നിന്ന് അവിടെ വരെയാണ് പോവുക. സോ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. സോ 3 seconds ആയിട്ട് വന്നിട്ടുണ്ട്. ഓൺ ക്ലിക്ക് വേണോ വിത്ത് പ്രീവിയസ് വേണോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. സോ നമുക്കിതൊന്ന് നേരത്തെ ഓൺ ക്ലിക്ക് ആയിരുന്നു, അവിടെ തന്നെ നമുക്കൊരു ഡിലേ ഉണ്ട്. നമുക്കൊരു 0.5 സെക്കൻഡ്സിൻ്റെ ഒരു ഡിലേ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു നോക്കാം. സോ ലെറ്റ്സ് സ്ലൈഡ് ഷോയിൽ ഇതൊന്നും ചെയ്ത് നോക്കാം. അപ്പോൾ സംഭവിക്കേണ്ടത് എന്താണ്? നമ്മൾ ഈ കാർട്ടിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം കാർട്ട് ലോതലിലേക്ക് മൂവ് ചെയ്യും. കാർട്ട് ലോതലിലേക്ക് വന്ന് അവിടെ നിന്ന് കഴിയുമ്പോൾ ആനിമേഷൻ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ 0.5 സെക്കൻഡ്സ്, അര സെക്കൻഡ് കഴിയുമ്പോൾ ഷിപ്പ് ഇവിടുന്ന് മൂവ് ചെയ്യുന്നു. 3 സെക്കൻഡുകൾ കൊണ്ട് ഷിപ്പ് മൂവ് ചെയ്ത് സുമേരിയയിൽ വരുന്നു. സോ ലെറ്റ്സ് വൺസ് അഗെയിൻ സ്റ്റാർട്ട് ദിസ് ആനിമേഷൻ. ആൻഡ് നമുക്ക് അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അതായത് ലോതലിൽ വരുന്നതിന് മുൻപ് തന്നെ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് എന്തുകൊണ്ടാണ് അവിടെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആനിമേഷൻ്റെ ഓർഡർ മാറി കിടക്കുന്നതുകൊണ്ടാണ്. സോ വാട്ട് വി വിൽ ഡു ഇസ് നമ്മൾ ഈ പെർട്ടിക്കുലർ ആനിമേഷൻ വിൽ ഗോ ടു ആനിമേഷൻസ്, വി വിൽ മൂവ് ദിസ് ആനിമേഷൻ ടു ലേറ്റർ. അതായത് ഗ്രാഫിക് 6 ഇസ് ദിസ്, അതായിരിക്കും ആദ്യം വരിക. അതിന് ശേഷം ഗ്രാഫിക് 8ൻ്റെ ആനിമേഷൻ ആയിരിക്കും ആദ്യം വരിക, ദെൻ ഗ്രാഫിക് 6. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. നമുക്കിത് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. സോ ഗ്രാഫിക് 6ന് നമുക്ക് കസ്റ്റം പാത്താണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാഫിക് 8 എന്ന് പറയുന്നത് നമ്മുടെ കാർട്ടാണ്, അതിന് ലൈൻ ആനിമേഷൻ ആണ്. വിൽ ഡു ദിസ് വൺസ് അഗെയിൻ. അപ്പോൾ നൗ ഇറ്റ് ഈസ് നോട്ട് ആനിമേറ്റിംഗ് ഡീഫോൾട്ട് ആയിട്ട്. വിൽ ക്ലിക്ക് ഓൺ ദ കാർട്ട്. So it will move there and it starts with that. അപ്പോൾ ഇവിടെ വന്ന ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 0.5 സെക്കൻഡ്സ് കൊടുത്തത് അഗെയിൻ 0.5 സെക്കൻഡ്സിൻ്റെ ഗ്യാപ്പ് നമ്മൾ കൊടുത്തത് then again we will go to animations here. അപ്പോൾ വിത്ത് പ്രീവിയസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാഫിക് 8ന് നമുക്ക് ടോട്ടൽ 2 seconds ആണ് വരുന്നത്. അപ്പോൾ ഗ്രാഫിക് 6ന് നമുക്ക് വരേണ്ട ഡിലേ എന്ന് പറയുന്നത് ഇവിടെ ഡിലേ ആക്ച്വലി 0 ആയിട്ട് റീസെറ്റ് ആയിപ്പോയി. നമുക്കൊരു 2.5 സെക്കൻഡ്സ്. അപ്പോൾ നമുക്ക് കണ്ടോ
അതിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് മനസ്സിലാവും. ഇത് രണ്ടും ഒരേ പോയിന്റിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് നമുക്ക് ഗ്രാഫിക് 8 വന്നിട്ട്, അതായത് അതിൻ്റെ അത് ഹാപ്പൻ ചെയ്തിട്ട് ആഫ്റ്റർ 2.5 സെക്കൻഡ്സ് ആണ് മറ്റേത് സംഭവിക്കുക. വിൽ ഡു ദിസ് വൺസ് അഗെയിൻ. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ചില ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിൽ ക്ലിക്ക് ഓൺ ദാറ്റ്, ഇറ്റ് മൂവ്സ് ദെയർ ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് ക്ലിക്കിംഗ് ദ ഷിപ്സ് മൂവ് ടു സുമേർ. ആൻഡ് ഷിപ്പിന്റെ മൂവ്മെന്റ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളൊന്ന് പറഞ്ഞു വരുന്നതിന് മുമ്പ് ഷിപ്പ് മൂവ് ചെയ്തങ്ങ് വന്നു. സോ ഷിപ്പ് മൂവ് ചെയ്യുന്നു എന്നുള്ള ഫീല് വരുത്താൻ വേണ്ടിയിട്ട് വാട്ട് യു ക്യാൻ ഡു ഇസ് വിൽ വൺസ് അഗെയിൻ ഗോ ടു ആനിമേഷൻ. ആൻഡ് ഷിപ്പിന്റെ മൂവ്മെന്റിന് നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത് യു ക്യാൻ മേക്ക് ദാറ്റ് ഇൻ ടു ലെറ്റ്സ് സേ ഒരു 10 സെക്കൻഡ്സിന് വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ആൻഡ് ഫോർ ഗ്രാഫിക് ദിസ് വൺ ഓൾസോ വിൽ ആഡ് ഒരു 3 സെക്കൻഡ് കൊടുക്കുന്നു. ആൻഡ് ഇവിടുത്തെ ഡിലേ നമ്മളപ്പോൾ കറസ്പോണ്ടിംഗ്ലി 3.5 സെക്കൻഡ്സിലേക്ക് കൊടുക്കുന്നു. വിൽ സ്റ്റാർട്ട് വൺസ് അഗെയിൻ. സോ വിൽ ക്ലിക്ക് ഓൺ ദ കാർട്ട്. സോ ഇറ്റ് മൂവ്സ് to Lothal. Then the ship starts moving very slowly. അപ്പോൾ നമുക്ക് പറയാം ലോഥലിൽ നിന്ന് വന്ന സാധനങ്ങളൊക്കെ നിറച്ചുകൊണ്ട് സുമേറിയയിലേക്ക് ആ ഷിപ്പ് പോകുന്നു എന്ന് പറഞ്ഞു തീരുമ്പോഴത്തേക്കിന് ദ ട്രാൻസാക്ഷൻ വിൽ ബി ഓവർ. സോ നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാനും സാധിക്കും. സോ ഈ പോയിന്റ് എന്താ പറയുക, ഒരു 0.5 സെക്കൻഡ്സിന്റെ ഗ്യാപ്പ് ലോത്തലിൽ നിന്ന് ആ ഷിപ്പ് കാർട്ട് വന്നിട്ട് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്കൊരു 1 സെക്കൻഡോ അല്ലെങ്കിൽ 3 സെക്കൻഡോ ആയിട്ട് കൊടുത്തിട്ട് പറയാം ലോത്തലിൽ നിന്ന് ഇതായുടെ കാർട്ട് വന്നു, ഇനി ഏതാനും സമയത്തിനുള്ളിൽ ആ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ യു ക്യാൻ ആഡ് എ സ്റ്റോറി ടെല്ലിംഗ് എലമെന്റ് ടു യുവർ പ്രസന്റേഷൻസ്. ദിസ് ഈസ് വൺ വേ. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കണ്ടത്. നമ്മൾ മോഷൻ പാത്ത് കണ്ടു, നമ്മൾ ട്രിഗേഴ്സ് കണ്ടു. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ആനിമേഷൻ കൂടി നമുക്ക് ഒരു തവണ കൂടി കാണാം, ഒന്ന് റീവിസിറ്റ് ചെയ്യാം, എന്നിട്ട് അതെങ്ങനെയാണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് മൾട്ടിമീഡിയ പറഞ്ഞ സമയത്ത് നമ്മൾ കൊടുത്ത ഒരു ആനിമേഷൻ ആയിരുന്നു. നമ്മൾ ആദ്യം ടൈപ്സ് വന്നു, അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൾട്ടിമീഡിയ ഹെൽപ്സ് ഇൻ യൂസിങ് ദം കറക്റ്റ്ലി. ദെൻ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീല് റൊട്ടേറ്റ് ചെയ്ത്, അതായത് ഒരു ഔട്ടർ വീല് വിത്ത് ടെക്സ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് ഓഡിയോ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നുണ്ട്. ടൈപ്സ് എന്ന് എഴുതിയ ഭാഗം താഴെ വരുന്നുണ്ട്. ദെൻ ഇന്നർ വീലും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ഷോയിങ് ഒരു സിങ്ക്രണൈസ്ഡ് ആയിട്ട് ഒരു സിംഗിൾ ഫോട്ടോയാണ് കാണിക്കുന്നത്. ആൻഡ് വീണ്ടും റൈറ്റിൽ ഞെക്കുമ്പോൾ വീണ്ടും ഈ റൊട്ടേഷൻ നടക്കുന്നുണ്ട്, വീഡിയോയിലേക്ക് വരുന്നു, പടം മാറുന്നുണ്ട്, പക്ഷെ ഇത് ഭയങ്കര ഒരു ഷാഡോയുടെ എഫക്റ്റ് ഉണ്ട്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ് ഡൺ. ഇതിങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്. സോ ഇത് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് വാട്ട് വിൽ ഡു ഇസ് വിൽ ഇൻസേർട്ട് ലെറ്റ്സ് സേ വൺ ന്യൂ സ്ലൈഡ് ഹിയർ. ഇത് ഭയങ്കര എന്താ പറയുക, ഇതൊരു ടെക്നിക്ക് മാത്രമാണ്. ഇതുപോലെയുള്ള ഒരുപാട് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഒരു വിഷൻ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഓരോ എലമെൻറ്റ്സ് ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളായിട്ട് മാത്രം കാണിക്കുന്നതാണിത്. നമ്മളുടേത് ഒരു ഇൻട്രൊഡക്ടറി കോഴ്സാണ്. ഇൻട്രൊഡക്ടറി കോഴ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആസ് എൻ എഡ്യൂക്കേറ്റർ നമുക്ക് എങ്ങനെ ഈ ടൂളുകളൊക്കെ ഉപയോഗിക്കാം എന്നൊരു പേഴ്സ്പെക്റ്റീവ് ബിൽഡ് ചെയ്യുക, അതിലൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു PPT എക്സ്പേർട്ട് അപ്പോൾ അല്ലെ പവർ പോയിന്റ് എക്സ്പേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങളെ വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറയാം. ആദ്യം ചെയ്യുന്നത് നമ്മൾ ഇൻസേർട്ടിൽ പോയിട്ട് വിൽ ഗോ ടു ഷേപ്സ് ആൻഡ് ഫ്ലോ ചാർട്ടിൽ വിൽ ഇൻസേർട്ട് എ കണക്ടർ അല്ലെങ്കിൽ ഒരു സർക്കിൾ ആണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ തന്നെ വിൽ ബി യൂസിങ് എ സമ്മിങ് ജംഗ്ഷൻ എന്നുള്ളൊരു ഓപ്ഷനാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് പുറകിലേക്ക് കൊണ്ടുവന്നു. ദെൻ ഐ എം ഗോയിങ് ടു നേരത്തെ പറഞ്ഞതുപോലെ ഇൻസേർട്ടിൽ പോയിട്ട് ഷേപ്സിൽ നിന്ന് നമുക്ക് ഒരു ഫ്ലോ ചാർട്ടിലുള്ള ഒരു സമ്മിങ് ജംഗ്ഷൻ എന്ന ഓപ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത്. ക്ലിക്ക് ഓൺ ഷിഫ്റ്റ് ആൻഡ് ദെൻ ഡ്രാഗ്. അപ്പോൾ നമുക്ക് ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും. നേരത്തെ നമ്മളിത് കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഈ വലുപ്പത്തിലുള്ള ഒരു നമുക്കിതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ദാറ്റ് നമുക്ക് നേരത്തെ ഇമേജിൽ കണ്ട ഒരു രൂപത്തിലേക്ക് ഇതിനെ എത്താൻ വേണ്ടിയിട്ടാണ്. സോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രസൻറ്റേഷൻ നമ്മൾ സ്ലൈഡ് ഷോ മാറ്റിയപ്പോഴത്തേക്കിന് ദാറ്റ് ദിസ് ഇസ് ഇൻഫാക്ട് എ സർക്കിൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ദെൻ അഗെയിൻ ഒന്നുകൂടെ ഒന്ന് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഏകദേശം ഏത് വലുപ്പത്തിലേക്ക് ഇത് വരും എന്നുള്ളൊരു ഊഹത്തിൽ നമ്മൾ ഈ സാധനം ഒന്ന് റീസെറ്റ് ചെയ്യുവാണ്. എവിടെ വരെ വരണം എന്നൊക്കെ ഉള്ളത് വെച്ച് സെൻറ്റർ ചെയ്തു. സോ ദിസ് ലുക്സ് ഗുഡ്. ഇനി നമ്മൾ ഇവിടെ ചില മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. ഒന്നാമത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഷേപ്പ് ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഷേപ്പിൽ തന്നെ നമുക്ക്
കുറേയധികം ഫോർമാറ്റ് ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് കുറേയധികം സാധനങ്ങൾ കിട്ടും. ഇവിടെ ഫില്ലിൽ നമുക്ക് സ്ലൈഡ് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് ഓട്ടോമാറ്റിക്കലി അവിടെ ഫില്ലാവും. അപ്പോൾ നമ്മൾ സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് വി വിൽ ഡു ഇസ് വി വിൽ ലെറ്റ്സ് സേ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കാം. ഇപ്പം ഞാൻ നെറ്റിലൊരു ഇമേജസ് കോപ്പി ചെയ്തിട്ടുണ്ട്. അതിവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇവിടെ സോളിഡ് ഫില്ല് വൈറ്റ് ആണ് കിടക്കുന്നത്. അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ നമുക്കൊരു പിക്ചർ ഫില്ല് എന്നുള്ള സമയത്ത് നമുക്ക് ക്ലിപ്പ് ബോർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി കോപ്പി ചെയ്ത ഇമേജ് ഇവിടെ സേവ് ആവും. സോ ഇവിടെയും നമുക്ക് നോ ഫിൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഫില്ല് അല്ലെങ്കിൽ സോളിഡ് ഫിൽ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇത് കാണുക. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് സ്ലൈഡ് ബാക്ക്ഗ്രൗണ്ട് ഫില്ല്. അപ്പോൾ എന്താണോ നമ്മളുടെ സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് അത് തന്നെ നമുക്കിവിടെ വരും. നമുക്കൊന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്യാണ്. രണ്ടാമത്തേത് നമ്മളുടെ ലൈൻസ് ആണ്. ഞാൻ അവിടെ നോ ലൈൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സോളിഡ് ലൈനിലേക്ക് പോയിട്ട് നമുക്കിവിടെ വൈറ്റ് ലൈൻ കൊടുക്കാം. സോ വേറൊരു ഫീല് വരാൻ വേണ്ടിയിട്ട്. മൂന്നാമത് നമുക്ക് ചെയ്യാവുന്നത് ചെറിയ ചില കാര്യങ്ങളാണ്. നമുക്കൊരു ഷാഡോ ക്രിയേറ്റ് ചെയ്യുക. ഷാഡോയുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ഷാഡോ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ കളർ എന്ത് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അതിൻ്റെ സൈസ്, അതിൻ്റെ ബ്ലർ, ആംഗിൾ പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഒരു എക്സ്ട്രാ എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കിത് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മേക്ക് ദിസ് ടു 103. അപ്പോൾ ഒരു ചെറിയ പോയിന്റ് വ്യത്യാസം വന്നപ്പോൾ തന്നെ കണ്ടോ സൈഡിലേക്കുള്ള ഇതിൻ്റെ പ്രൊജക്ഷൻ നമുക്ക് മനസ്സിലായി. ആൻഡ് നമുക്ക് ഇതിൻ്റെ ബ്ലർ എന്ന് പറയുന്നത് ലെറ്റ്സ് മേക്ക് ഇറ്റ് 12 പോയിന്റ്സ്. അപ്പോൾ അത് കുറച്ചും കൂടി ബ്ലേർഡ് ആയിട്ട് വന്നു. സോ അങ്ങനെ ഒരു എഫക്റ്റ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നടുക്കുള്ള ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് ആണ്. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക ഓൾറെഡി ഉപയോഗിച്ച് വന്നിട്ടുള്ള ഒരു സാധനത്തിൽ നിന്ന് നമ്മളൊരു ഐഡിയ എടുക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. Okay, so for that we'll insert once again, we'll go to insert and we will insert a basic shape which is an oval and then we'll draw ഇതുപോലെ വീണ്ടും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. സോ ദിസ് സർക്കിൾ ഇതിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. ഈ സർക്കിളിലും നമ്മൾ വീണ്ടും ഫോർമാറ്റ് ഷേപ്പ് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സ്ലൈഡ് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നോ ലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ഒരു ഫീൽ കിട്ടി. ദെൻ നമുക്ക് കുറച്ച് ലൈൻസ് മാത്രമാണ് ഇവിടെ കിട്ടിയത്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് നമുക്കിവിടെ ടെക്സ്റ്റ് വേണം. സോ അതിനുവേണ്ടി വീണ്ടും നമ്മൾ ഇൻസേർട്ടിൽ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് ദെൻ നമ്മളിപ്പോൾ ഇമേജിലാണ് സെലക്ട് ആയത്. വിൽ വൺസ് അഗെയിൻ ഗോ ടു ടെക്സ്റ്റ് ബോക്സ് ആൻഡ് റൈറ്റ് സംതിങ്. നമുക്ക് വേണ്ടത് ലെറ്റ്സ് സേ ടൈപ്സ് എന്നാണ് വേണ്ടത്. അതിന് നമ്മൾ കളറ് വൈറ്റ് കൊടുക്കുന്നു. നമുക്കതിൻ്റെ ഫോൺ സൈസ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 66 നമ്മൾ കൊടുക്കുന്നു. ആൻഡ് സെൻറ്റേർഡ് അലൈൻമെൻറ്റ് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് റീസൈസ് ചെയ്യണം, ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം വിൽ മൂവ് ദിസ് എലമെൻറ്റ് ടു ദിസ് സൈഡ്. സോ ഈ സൈഡിൽ നമ്മൾ ഇതിനെ കീപ്പ് ചെയ്തു. ഇനി വേണ്ടത് ഇതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലേക്കും കുറച്ചുകൂടി നമ്മൾ അഡ്ജസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ നമ്മൾ ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുകളിലുള്ള ഈ ടെക്സ്റ്റും വിസിബിൾ അല്ലാത്ത രീതിയിൽ ഇത് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ തൽക്കാലം മുകളിലത്തേതും കാണാവുന്ന രീതിയിലാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ചെയ്യുന്നത്. ദെൻ മേക്ക് ഷുവർ ദാറ്റ് നമ്മളുടെ ഈ എലമെന്റ്സ് എല്ലാം നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്യുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ആൻഡ് വി വിൽ റൊട്ടേറ്റ് ദിസ് ടു ദിസ് സൈഡ് സോ ദാറ്റ് നമ്മൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സാണ് ഇമ്പോർട്ടൻറ്റ്. So we have added this and then once again we'll paste this, we'll move this down and വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് നമ്മളൊരു 270 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം we'll keep that here. Okay, good. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ എൻറ്റയർ സാധനത്തിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് we will group this. അതിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ Ctrl+G എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത എല്ലാ ഐറ്റംസും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. ഗ്രൂപ്പ് ചെയ്ത് വെച്ച ഈ എലമെന്റിലേക്ക് നമുക്ക് സെന്ററിലൊരു ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്. അത് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് we will move this, അതായത് we will click on this entire thing and we will send this to back. അപ്പോൾ നമുക്ക് ഈ സെന്ററിലുള്ള സർക്കിളിൽ ആക്സസ് കിട്ടി.
ഈ സർക്കിളിലും നമുക്ക് ഒരു ചെറിയ ഒരു ഷാഡോ നമുക്ക് ആഡ് ചെയ്യാം. സെയിം സെറ്റിങ്സ് ആസ് ബിഫോർ ആൻഡ് 12 പോയിന്റ്സ്. സോ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ് അതിൽ ബിൽഡ് ചെയ്തു. ആൻഡ് വൺ തിങ് വി ഹാവ് ഒബ്സർവ്ഡ് ഈ സർക്കിളിൻ്റെ ഒരു സൈസ് ആണ് അത് ഈ ടെക്സ്റ്റിലേക്ക് ഓവർലാപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് വി വിൽ reduce that once again and we'll keep that at the center. Okay, good. ഇനി ചെയ്യേണ്ടത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാണ്. വൺ മോർ തിങ്, നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്. സോ ഈ ടെക്സ്റ്റ് ഓപ്ഷൻ താഴേക്ക് ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റിനെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. സോ ദാറ്റ് വി ഹാവ് ദ മൾട്ടിമീഡിയ, ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൾട്ടിമീഡിയ ഇതിവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. വൺസ് ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, 3 കാര്യങ്ങളാണ് ഇവിടെ മാറ്റങ്ങൾ വരേണ്ടത്. ഒന്നാമത്തെ റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു നമുക്കൊരു കേർലി ആരോ ഉണ്ട്. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ 4 ടെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്സ് എന്ന് തന്നെയാണ് നിൽക്കുന്നത്. സോ ഐ ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് ദർ. സോ നമുക്ക് അവിടെ ഒരു ചെറിയ മാറ്റം വരുത്തണം. ലെറ്റ്സ് സേ ഓഡിയോ, ദിസ് വിൽ ബി വീഡിയോ and this is GIF. Okay, so 3 options, 4 options നമ്മൾ എടുത്തു. We will delete this and we will duplicate the slide once again. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് സെറ്റ് ചെയ്ത് വന്നു. ഇനി ചെയ്യുന്നത് നമ്മൾ 3 റൊട്ടേഷൻസ്, 3 മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഒന്നാമത്തേത് നമ്മൾ ഇതിനെ എക്സാക്ട്ലി 90 ഡിഗ്രി റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. സോ ദാറ്റ് ഇസ് ഡൺ. രണ്ടാമത്തേത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള സർക്കിളിനെ we will rotate 45 degrees to the left. Anti-clockwise direction നമ്മൾ 45 ഡിഗ്രീസ് ചെയ്തു. മറ്റേത് ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ നമ്മൾ 90 ഡിഗ്രീസ് ചെയ്തു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് ബോക്സിനെ മുകളിലേക്ക് മൂവ് ചെയ്ത് നമ്മൾ ഇതിനെ, അതായത് രണ്ടാമത്തെ ടെക്സ്റ്റ് ഓപ്ഷൻസിനെ, ഓഡിയോയുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. ഇനി ഒരു കാര്യം കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഓഡിയോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇമേജ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഐ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആൻഡ് ഇവിടെ നമ്മൾ പിക്ചറോ ടെക്സ്റ്റോ ഫില്ലാണ് ഇപ്പോൾ സെലക്ട് ആയി കിടക്കുന്നത്. അവിടെ ക്ലിപ്പ് ബോർഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ട് ആ പെർട്ടിക്കുലർ ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ വീണ്ടും 2 തവണ കൂടി റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്കും ജിഫിനുമുള്ള കോണ്ടന്റ് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഈ എഫക്റ്റ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ആക്ച്വലി ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇതൊരു ആനിമേഷൻ അല്ല, ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ട്രാൻസിഷൻ ആണ്. ഇവിടെ മോർഫ് എന്ന് പറയുന്നൊരു ട്രാൻസിഷൻ ഉണ്ട്. അതായത് നമ്മളുടെ ഫസ്റ്റ് സ്ലൈഡിൽ എങ്ങനെയാണോ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിനെ പുതിയ സ്ലൈഡിൽ ഏത് പൊസിഷനിലേക്ക് അത് മാറിയോ അതിലേക്ക് ഗ്രാജുവലായിട്ട് സ്മൂത്ത് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് മോർഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഓരോ എഫക്റ്റിലും അതിൽ നമ്മളൊന്ന് ഹവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. മോർഫിൽ തന്നെ പറയുന്നുണ്ട് ഇതിന് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു സ്ലൈഡ് മാറ്റുക, രണ്ടാമത്തേത് മൂവ് തിങ്സ് അറൗണ്ട്, അപ്ലൈ ദ മോർഫ് ട്രാൻസിഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ നമുക്കിപ്പോൾ ഇനിയും നമ്മൾ ഈ മോർഫിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇനി ഉപയോഗിക്കും. നേരത്തെ നമ്മൾ 1-2 കണ്ടിരുന്നു. സോ ലെറ്റ്സ് അപ്ലൈ മോർഫ് ടു ദിസ് ആൻഡ് അവിടെ പ്രിവ്യൂ വന്നു. എത്ര സ്മൂത്ത് ആയിട്ട് ആ ട്രാൻസിഷൻ വന്ന് എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മൾക്ക് മാനുവലി ഇങ്ങനെയുള്ള ചില നോഹൗ വെച്ചിട്ട് ആനിമേഷൻ എന്ന് പറയുന്നത് ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ടല്ലോ, അത് നമുക്കിവിടെ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വൺസ് അഗെയിൻ ഫ്രം ദ ബിഗിനിങ്. വിൽ ഗോ ത്രൂ ഓൾ ദ സ്റ്റെപ്പ് ആൻഡ് സി. ജസ്റ്റ് ഒരു മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ മൂവ്മെന്റ് വരുന്ന സമയത്ത് ഇപ്പോഴും നമുക്കറിയാം ചില പെർഫെക്ഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള 2 വരകൾ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആ സർക്കിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിവാക്കാമായിരുന്നു. അതുപോലെ തന്നെ ഓഡിയോ ജിഫ് എന്നൊക്കെ വരുന്നത് ആക്ച്വലി ഹൈഡ് ചെയ്താൽ കുറച്ചും കൂടി ഒരു സസ്പെൻസ് നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയും ഒക്കെ നമുക്ക് സാധിക്കും. സോ അതിനും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഐ എം ജസ്റ്റ് ഗിവിങ് യു ആൻ ഐഡിയ. പക്ഷെ ഇവിടെ വന്നപ്പോൾ കറക്റ്റായിട്ട് വീണ്ടും അത് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് സെറ്റ് ആവുന്ന രീതിയിൽ ദ എൻറ്റയർ തിങ് മൂവ്സ്. സോ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഫുൾ സ്ലൈഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഇസ് വൺ കൈൻഡ് ഓഫ് പോസിബിലിറ്റി ദാറ്റ് വി ക്യാൻ ഡു വിത്ത് ട്രാൻസിഷൻസ് ആൻഡ് കമ്പൈനിങ്. അതായത് ട്രാൻസിഷൻസ് കൊണ്ട് തന്നെ നമുക്കൊരു സാധനം ചെയ്യാം. ഇതേപോലെ തന്നെ ആയിരുന്നു നമ്മൾ മറ്റൊരു ഓപ്ഷൻ ചെയ്തിരുന്നത്. അതായത് എംബഡിൽ നിന്ന് നമ്മൾ ലിങ്കിലേക്ക് പോകുന്ന സമയത്ത്
we have done is we have added a transition and that is a morph transition. So ആ എലമെന്റ്സിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ അതിലേക്ക് പോവുകയാണ് ചെയ്തത്. സോ ലെറ്റ്സ് മൂവ് ടു ദ ബെസ്റ്റ് പ്രാക്ടീസസ് സെക്ഷൻ. അപ്പോൾ ആനിമേഷൻ നമുക്ക് വേണ്ടത് എവിടെയാണ്? കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആനിമേഷൻ കൊണ്ടുവരുന്നത്. പക്ഷെ കറങ്ങുന്ന ഒരു സാധനം കൊണ്ടുവന്നു എന്നാൽ പിന്നെ കുട്ടികളെ ഒന്ന് നമുക്ക് ഒരു രസം കൊണ്ടുവന്നേക്കാം, അല്ലെങ്കിൽ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ ആനിമേഷൻ ഉപയോഗിക്കാതിരിക്കുക. രണ്ട്, നമുക്ക് 2 to 3 ആനിമേഷൻ മാത്രം കൊണ്ടുവരിക. ടോട്ടൽ ടൈം പെർ സ്ലൈഡ് നമുക്ക് ഷോർട്ട് ആയിട്ട് കീപ്പ് ചെയ്യാം മാക്സിമം. ചില സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ പറ്റിയെന്ന് വരില്ല, പക്ഷെ സ്റ്റിൽ അതാണ് ഒരു ജനറൽ ഐഡിയ. ഇവിടെ ഇപ്പോൾ ഞാൻ 2 പോയിന്റ്സ് ഒരുമിച്ച് ആനിമേറ്റ് ചെയ്തതാണ്, ബിക്കോസ് ഞാനത് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട്. പെയർ ആനിമേഷൻ വിത്ത് നറേഷൻ ഓർ എംഫസിസ്. അപ്പോൾ നമുക്ക് സംസാരിക്കുന്ന കൂട്ടത്തിലോ ഒക്കെ നമുക്കിത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള ആനിമേഷൻ ആക്ച്വലി ഈ പോയിന്റ് വന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇമേജ് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ഡിസ്കഷനിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിതായി ബൗൺസ് സ്പിന്ന് ഞാൻ പലതവണ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആനിമേഷൻ ആണ്. അത് ഉപയോഗിക്കാനേ പാടില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഡിസ്ട്രാക്ഷൻ ആണല്ലേ. സോ ഈ ബൗൺസ് സ്പിൻ പോലെയുള്ള ഫൺ എഫക്ട്സ് നമുക്കൊരു കോണ്ടെക്സ്റ്റിൽ മേ ബി അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു മീനിങ് കൂടെ എക്സ്ട്രാ കൊടുക്കാനൊക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വർക്ക്സ്. നമുക്കൊരു ബോള് ബൗൺസ് ചെയ്യുന്ന സാധനം നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് ആ ബോളോ അതിന്റെ മൂവ്മെന്റോ നമുക്ക് പഠിപ്പിക്കുന്ന സമയത്ത് യു ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ്. ഡോണ്ട് ആനിമേറ്റ് എവറിത്തിങ്. എല്ലാ സാധനങ്ങളും വേണമെന്നൊന്നുമില്ല. ഈവൻ നമുക്ക് വേണ്ട സിറ്റുവേഷനിൽ നമുക്ക് വേണ്ട രീതിയിൽ ആനിമേഷൻ ഉപയോഗിക്കാൻ പഠിക്കുന്നിടത്താണ് നമ്മളിത് മാസ്റ്റർ ചെയ്യുന്നത്. സോ ആനിമേഷൻസിനെ പറ്റിയിട്ട് കുറെ അധികം ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു, എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് കണ്ടു. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ കയ്യിലുള്ള സ്ലൈഡ് ഡെക്കുകളെ ഈ ആനിമേഷൻ ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എൻഹാൻസ് ചെയ്യുക, കൂടുതൽ ഇംപ്രൂവ് ചെയ്യുക. പക്ഷെ ഡോണ്ട് ഓവർ ഡു. എവിടെയാണോ വേണ്ടത് അവിടെ കൃത്യമായ അളവിൽ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് പരിശീലിക്കുക.